മരിക്കത്തക്ക രോഗം പിടിച്ചവരെ സൗഖ്യമാക്കുവാൻ യേശുവിന് കഴിയുമോ? ഈ സന്ദേശം അത് വ്യക്തമാക്കുന്നു. പ്രവാചകന്റെ പുസ്തകം 38-ാമത്തെ അധ്യായത്തിൽ ഹിസ്കിയാവിന്, രാജാവാകുന്ന ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു എന്ന് കാണുവാൻ കഴിയുന്നു. പ്രവാചകന്റെ പുസ്തകം 38-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിൻ്റെ മകനായ പ്രവാചകൻ അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ദൈവാലോചന പ്രവാചകൻ അറിയിക്കുകയാണ്, നീ മരിച്ചു പോകും, സൗഖ്യമാകയില്ല എന്ന് ദൈവം പറഞ്ഞു. യഹോവ അരുളി ചെയ്യുന്നു. ദൈവം പറഞ്ഞ കാര്യം മാറുമോ? അതിന് നല്ലൊരു ഉദാഹരണമാണ് ഈ സംഭവം. മരിക്കത്തക്ക രോഗം പിടിച്ചാലും യഹോവയാകുന്ന ദൈവം തന്നെ മരിച്ചു പോകും എന്ന് അറിയിച്ചാലും അവിടെയും വിടുതൽ നൽകിത്തരുവാൻ കരുണാസമ്പന്നനാകുന്നു നമ്മുടെ ദൈവം. ഹീ ഈസ് റിച്ച് ഇൻ മേഴ്സി. ദൈവത്തെക്കുറിച്ച് നമുക്ക് ആവർത്തിച്ച് ബൈബിളിൽ കാണുവാൻ കഴിയുന്നു. ഹീ ഈസ് റിച്ച് ഇൻ മേഴ്സി. ദൈവം കരുണയിൽ സമ്പന്നനാകുന്നു. പഴയ നിയമത്തിൽ നടക്കുന്നൊരു സംഭവമാണിത്. യഹൂദയുടെ രാജാവാകുന്ന ഹിസ്കിയാവിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യം. എന്നാൽ നാം ഇന്ന് പുതിയ ഉടമ്പടിയുടെ കീഴിലാകുന്നു, ന്യൂ കവനന്റിൻ്റെ കീഴിലാകുന്നു. നമ്മുടെ സ്ഥാനം വ്യത്യസ്തമാകുന്നു. നമ്മൾ ഓരോരുത്തരും യേശു ക്രിസ്തുവിനാൽ വീണ്ടും ജനനം പ്രാപിച്ച് ദൈവകുടുംബത്തിൽ മക്കളാകുന്നു. ഹിസ്കിയാവിന് ആ ഒരു സ്ഥാനമുണ്ടായിരുന്നില്ല. മധ്യസ്ഥന്മാരിലൂടെ മാത്രമേ അന്ന് അവർക്കൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലുവാൻ കഴിയുമായിരുന്നുള്ളൂ. അവരാരും മക്കളായിരുന്നില്ല. അവർക്ക് യേശുവിൻ്റെ നാമമുണ്ടായിരുന്നില്ല. യേശുവിൻ്റെ രക്തത്താലുള്ള വിടുതൽ അവർ പ്രാപിച്ചിരുന്നില്ല. പുതിയ ഉടമ്പടിയുടെ കീഴിലായിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും യേശുവിൻ്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പ് ലഭിച്ചിരിക്കുന്നതിനാൽ യേശുവിൻ്റെ നാമം നമുക്ക് അധരത്തിൽ എടുക്കുവാൻ കഴിയും. യേശുവിൻ്റെ രക്തം നമുക്ക് വേണ്ടി ഇന്നും സജീവമാകുന്നു. ഹിസ്കിയാവിനെക്കാട്ടിലും 1000 മടങ്ങ് അല്ലെങ്കിൽ 10,000 മടങ്ങ് വ്യത്യസ്തമാകുന്നൊരു തലത്തിൽ നിൽക്കുന്നവരാകുന്നു പുതിയ നിയമവിശ്വാസികൾ. ഹിസ്കിയാവിന് ഇത് സംഭവിച്ചു എങ്കിൽ എത്രയധികമായിട്ട് ഇന്ന് യേശു നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. അതിൽ നിന്ന് ഹിസ്കിയാവിന് വിടുതൽ ലഭിച്ചു, സൗഖ്യം ലഭിച്ചു. ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഈ സംഭവം 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാമത്തെ അധ്യായത്തിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദിനവൃത്താന്ത പുസ്തകത്തിലും കാണുവാൻ കഴിയുന്നുണ്ട്. യിശയ്യാവിൻ്റെ പുസ്തകത്തിൽ ഈ അധ്യായത്തിൽ മുഴുവൻ ഈ സംഭവം വിശദീകരിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഒരു അരുളപ്പാട് ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഹിസ്കിയാ രാജാവ് എന്താണ് ചെയ്യുന്നത്? ഹിസ്കിയാ രാജാവ് 2-ാം വാക്യത്തിൽ മുഖം ചുവരിന് നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. രോഗസൗഖ്യം ലഭിക്കുവാൻ വേണ്ടി രാജാവ് യഹോവയോട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ യഹോവയോട് പ്രാർത്ഥിച്ചപ്പോൾ ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു എന്ന് 3-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. പുതിയ നിയമത്തിൽ യഥാർത്ഥത്തിൽ കരഞ്ഞു പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. അങ്ങനെയും പ്രാർത്ഥിക്കാം. ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കണ്ണുകൾ നനയും, കണ്ണുനീർ ഒഴുകും. നമ്മൾ പുതിയ നിയമത്തിൽ ആയിരിക്കുന്ന ആ പദവി, പുത്രൻ എന്ന പദവി, ആ പദവിയിലായിരിക്കുന്നതിനാൽ വ്യത്യസ്തമാകുന്നൊരു തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ നേരിടുവാൻ കഴിയും. കൽപ്പിക്കുവാനുള്ള അധികാരം ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ആ രോഗബാധയെ യേശുവിൻ നാമത്തിൽ നിനക്ക് ശാസിക്കുവാൻ കഴിയും. ഇവിടെ ഹിസ്കിയാവ് പ്രാർത്ഥിക്കുകയാണ്. മാത്രവുമല്ല, ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. ആ പ്രാർത്ഥനയും കരച്ചിലും ദൈവസന്നിധിയിൽ എത്തിയപ്പോൾ God is rich in mercy. അവിടുന്ന് കരുണ സമ്പന്നനാകുന്നു.
പഴയ നിയമത്തിലൊരു ദുഷ്ടരാജാവ് ഉണ്ടായിരുന്നു, അഹാബ് എന്ന് പറയുന്നൊരു ദുഷ്ടരാജാവ്. ഈവൻ ആ രാജാവിനോട് പോലും കർത്താവിന് മനസ്സലിഞ്ഞു. അയാൾക്കൊരു മാനസാന്തരം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ കർത്താവ് വരാനിരുന്ന വിപത്ത് വൈകിപ്പിക്കുകയും താൽക്കാലികമാകുന്നൊരു വിടുതൽ ആ രാജാവിന് കൊടുക്കുകയും ചെയ്തു. അത്ര കരുണ സമ്പന്നനാകുന്ന ദൈവം. അതുകൊണ്ടല്ലേ നിനവെ പട്ടണത്തോട് കർത്താവ് കരുണ കാണിച്ചത്. യോന എന്തുകൊണ്ടാണ് നിനവയിൽ പോയി പ്രവചിക്കുവാൻ വിമുഖത കാണിച്ചത്? ദൈവത്തിൻ്റെ പ്രകൃതം യോനയ്ക്കറിയാം. ഗാഡ് ഈസ് റിച്ച് ഇൻ മേഴ്സി. അവിടെ ചെന്ന് പ്രവചിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ മേൽ ന്യായവിധി വരുവാൻ പോകുന്നു എന്ന് യോന പ്രവചിച്ചു കഴിയുമ്പോൾ യോനയ്ക്കറിയാം, ഈ ജനമെല്ലാം മാനസാന്തരപ്പെട്ടു കഴിഞ്ഞാൽ കരുണാസമ്പന്നനാകുന്ന ദൈവം ന്യായവിധി പിൻവലിക്കും. അവരുടെ മേൽ വരുത്തുവാൻ നിശ്ചയിച്ചിരുന്ന ന്യായവിധിയെ അവിടുന്ന് മാറ്റിക്കൊടുക്കും, അവിടുന്ന് നടപ്പിലാക്കുകയില്ല, അത് പിൻവലിക്കും. അത്ര കരുണാമയനാകുന്ന ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ലോകത്തിലുള്ളവർ പോലും, നിനവേക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ പാപവും ദുഷ്ടതയും കൊണ്ട് നിറഞ്ഞവരാണ്, അവരോട് ദൈവം കരുണ കാണിച്ചു എങ്കിൽ എത്രയധികമായിട്ട് മക്കളോട് ദൈവം കരുണാസമ്പന്നനാകുന്നു. കുടുംബത്തിലെ അംഗങ്ങളോട് എത്ര ശ്രേഷ്ഠമാകുന്ന നിലയിൽ അവിടുന്ന് കരുണ കാണിക്കും. ഹിസ്കിയാവിനോട് ദൈവം കരുണ കാണിച്ചു. ഹിസ്കിയാവിന് ഉടൻ തന്നെ അരുളപ്പാട് ലഭിക്കുകയാണ്. മരിച്ചു പോകും, നിൻ്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക എന്ന അരുളപ്പാട് ലഭിച്ച അതേ ഹിസ്കിയാവിന് ചില മിനിറ്റുകൾക്കുള്ളിൽ ഒരു ചെറിയ പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന. നീണ്ട മണിക്കൂറുകളൊന്നും പ്രാർത്ഥിച്ചില്ല. ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഉയരുന്ന ഒരു പ്രാർത്ഥന, കണ്ണുനീരിൻ്റെ പിന്തുണയോടുകൂടെ ഉയരുന്ന ഒരു പ്രാർത്ഥന, ചില മിനിറ്റുകൾ നീണ്ടു നിന്ന പ്രാർത്ഥന. കാരണം യിശയ്യാവ് വന്ന് ദൂത് പറഞ്ഞതിന് ശേഷം നടന്നും മടങ്ങിപ്പോകുമ്പോൾ കൊട്ടാരം വിടുന്നതിന് മുന്നമേ തന്നെ യിശയ്യാവിന് പുതിയ അരുളപ്പാട് ലഭിച്ചു. യിശയ്യാവിനോട് ദൈവം പറയുകയാണ്. അപ്പോൾ ചില മിനിറ്റുകൾ മാത്രമേ അതെടുത്തുള്ളൂ. ചില മിനിറ്റുകൾക്കുള്ളിൽ കർത്താവ് കാര്യങ്ങളെ മാറ്റുകയാണ്. 5-ാം വാക്യത്തിൽ കാണുവാൻ കഴിയുന്നു, നീ ചെന്ന് ഹിസ്കിയാവോട് പറയേണ്ടത്, നിൻ്റെ പിതാവായ ദാവീദിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു, നിൻ്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, ഞാൻ നിൻ്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. മരിച്ചു പോകും, ഗൃഹകാര്യം ക്രമത്തിലാക്കിക്കൊള്ളുക എന്ന അരുളപ്പാട് ലഭിച്ച ഒരു മനുഷ്യൻ ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിച്ച് അവിടുത്തെ ഹൃദയവേദന ദൈവസന്നിധിയിൽ പങ്കുവച്ചപ്പോൾ, പകർന്നപ്പോൾ പൊടുന്നനവേ ദൂതുമാറുകയാണ്. കർത്താവ് ദൂതുമാറ്റി പറയുകയാണ്. കർത്താവ് പറയുന്നു, ഞാൻ നിൻ്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. ഈ രാജാവ് അനുഭവിച്ച രോഗം, ആ രോഗത്തെക്കുറിച്ച് ചില പണ്ഡിതന്മാർ പറയുന്നത് അതൊരു പകർച്ചവ്യാധിയായിരുന്നു. അന്ന് അശൂർ സൈന്യം വന്ന് യഹൂദയെ കീഴ്പ്പെടുത്തുവാൻ വേണ്ടി അവരൊരു ശ്രമം നടത്തി. ആ സൈന്യം പരാജയപ്പെട്ടതിൻ്റെ പിന്നിലെ ഒരു രഹസ്യമെന്ന് പറയുന്നത് ആ സൈന്യത്തിൻ്റെ ഇടയിൽ, പട്ടാളക്കാരുടെ ഇടയിൽ ഈ പകർച്ചവ്യാധി വ്യാപിച്ചു എന്നതാണ്. അവർ ആ പകർച്ചവ്യാധി വന്നത് മുഖാന്തരമായിട്ട് അവർക്ക് മുന്നേറുവാൻ കഴിഞ്ഞാൽ അവർ പിന്തിരിഞ്ഞ് അവർ സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. അതേ രോഗം തന്നെയാണ് ഈ പകർച്ചവ്യാധി, ഒരു പ്ലേഗ് പോലെയുള്ളൊരു പകർച്ചവ്യാധിയാണ് ഹിസ്കിയാവിന് വന്നത് എന്ന് പണ്ഡിതന്മാർ, റിസർച്ച് നടത്തുന്നവർ അവർ അഭിപ്രായപ്പെടുന്നു. ഹിസ്കിയാവിന് ആ രോഗം വന്നത് മൂലമുണ്ടായ ചില കാര്യങ്ങൾ 9 മുതലുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യൻ മരിക്കത്തക്ക രോഗം അനുഭവിക്കുന്ന സന്ദർഭത്തിൽ അത് സുഖകരമാകുന്നൊരു കാര്യമല്ല, ശരീരത്തെ മുഴുവൻ കേടുവരുത്തുന്നതാണ്. അത് മുഖാന്തരമുണ്ടാകുന്ന വേദനകൾ, ശരീര തളർച്ചകൾ, എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ്. കിടപ്പ് രോഗികളെ പലപ്പോഴും കണ്ടുമുട്ടുമ്പോൾ അവരുടെ മുഖത്ത് വെളിപ്പെടുന്ന നിസ്സഹായാവസ്ഥയുണ്ട്. അവർ അനുഭവിക്കുന്ന വല്ലാത്ത വ്യഥയുണ്ട്. പ്രതീക്ഷ നഷ്ടപ്പെട്ടതുപോലെയുള്ള ഒരു സാഹചര്യത്തെയാണ് അവർ നേരിടുന്നത്. ഈ രാജാവ് എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക, എൻ്റെ ആയുസ്സിൻ്റെ മധ്യാഹ്നത്തിൽ ഞാൻ പാതാള വാതിലകം പൂകേണ്ടി വരുന്നു. മധ്യാഹ്നത്തിൽ, ആയുസ്സിൻ്റെ മധ്യാഹ്നത്തിൽ, പ്രീമച്വറായിട്ടുള്ള ഈ ലോകത്തിൽ നിന്നുള്ള യാത്രകൾ മിക്കതും
ഒഴിവാക്കുവാൻ കഴിയുന്നതാണ് എന്ന് നമുക്ക് ഈ ഭാഗത്തുനിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ചില പ്രത്യേക സാഹചര്യങ്ങൾ മൂലം എക്സെപ്ഷൻസ് ഉണ്ട്. എന്നാൽ പൊതുവിൽ പറയുമ്പോൾ ആയുസ്സിൻ്റെ മധ്യത്തിലുള്ള ഈ ലോകത്തിൽ നിന്നുള്ള യാത്രകൾ, ഈ ലോകത്തിൽ നിന്ന് യാത്ര പറയുന്നവർ, അവർ ദൈവസന്നിധിയിൽ, അത് സംഭവിക്കുന്നതിന് മുന്നേ അവർ ദൈവസന്നിധിയിൽ തങ്ങളെ സമർപ്പിക്കുകയും ദൈവമുഖം അന്വേഷിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ അതിൽ നിന്ന് അവരെ വിടുവിക്കുവാനാണ് യേശു ആഗ്രഹിക്കുന്നത്. ഈ രാജാവ് ആയുസിൻ്റെ മധ്യാഹ്നത്തിൽ, ആയുസിൻ്റെ മധ്യഭാഗത്ത് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ടവനായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ദൈവം ആയുസ് നീട്ടിക്കൊടുത്തു. 12-ാം വാക്യത്തിൽ അദ്ദേഹത്തിൻ്റെ ചില അനുഭവങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കുക. നെയ്ത്തുകാരൻ തുണി ചുരുട്ടും പോലെ ഞാൻ എൻ്റെ ജീവനെ ചുരുട്ടി വയ്ക്കുന്നു. അവൻ എന്നെ പാവിൽ നിന്ന് അറുത്തു കളയുന്നു. ഒരു രാപകൽ കഴിയും മുമ്പേ നീ എനിക്ക് അന്തം വരുത്തുന്നു. പഴയ നിയമ വെളിപ്പാടനുസരിച്ചാണ് ഈ വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവ് ആർക്കും അന്തം വരുത്തുന്നില്ല. ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നല്ല ആരോഗ്യവും നല്ല ആയുസ്സും കൊടുന്ന് നൽകി തരുവാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളിലെല്ലാം വിജയം നൽകി തരുവാനാണ് യേശു ആഗ്രഹിക്കുന്നത്. എന്നാൽ പഴയ നിയമ കാലയളവിൽ അവർക്കുള്ള ഭാഗിക വെളിപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് പല കാര്യങ്ങളും അവർ എഴുതിയിരുന്നത്. ഈ രോഗം അനുഭവിച്ച സന്ദർഭത്തിൽ തൻ്റെ ജീവൻ ചുരുട്ടി വയ്ക്കുന്നത് പോലെയുള്ള അനുഭവമാണ് ഈ രാജാവിനുണ്ടായത്. രോഗം വരുത്തി വയ്ക്കുന്ന വ്യഥ എത്ര തീവ്രമാകുന്നു എന്ന് വ്യക്തമാകുന്നു. എൻ്റെ അസ്ഥികളെയെല്ലാം തകർത്ത് കളയുന്നു എന്ന് 13-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ അസ്ഥികളിൽ താൻ വേദന അനുഭവിച്ചു. കണ്ണുയരത്തിലേക്ക് നോക്കി ക്ഷീണിച്ചിരിക്കുന്നു. നോക്കുക, ഈ രാജാവ് പറയുന്നത് ശ്രദ്ധിക്കുക. തൻ്റെ ശരീരത്തിലുണ്ടായ രോഗബാധ മുഖാന്തരമായിട്ട് തൻ്റെ ജീവൻ ചുരുട്ടി വച്ചിരിക്കുന്നത് പോലെയാണ് തനിക്ക് തോന്നിയത്. അസ്ഥികളിൽ മുഴുവൻ തനിക്ക് അതിൻ്റെ വല്ലാത്ത നിഷേധാർത്ഥകമാകുന്ന കേടുവരുത്തുന്ന പരിണിതഫലം അനുഭവിക്കേണ്ടതായിട്ട് വന്നു. കണ്ണുയരത്തിലേക്ക് നോക്കി ക്ഷീണിച്ചിരിക്കുന്നു. നോക്കാൻ പോലും കഴിയാത്ത നിലവാരത്തിലായി, സംസാരിക്കാൻ പോലും കഴിയാത്ത നിലവാരത്തിലായി. തൻ്റെ സംസാരത്തിന്, തൻ്റെ നോട്ടത്തിന്, തൻ്റെ അസ്ഥികൾക്ക് ഇതിനെല്ലാം കേടുവരുത്തുന്ന നിലവാരത്തിലാണ് മരണകരമാകുന്ന രോഗം തന്നെ മേൽ ബാധിച്ചിരിക്കുന്നത്. മരിക്കത്തക്ക രോഗം ബാധിച്ച് കിടക്കയിലായിരുന്ന രാജാവ് തൻ്റെ അനുഭവം എഴുതി വച്ചിരിക്കുകയാണ്. ഇതെല്ലാം അനുഭവിക്കുമ്പോൾ മറ്റൊരു മേഖലയിലും വലിയ ബുദ്ധിമുട്ടുണ്ടാകുകയാണ്. എവിടെയാണ്? മനോവ്യസനം. ശരീരത്തിൽ അസ്ഥികളിൽ സംസാരിക്കാൻ കഴിയുന്നില്ല, വല്ലാത്ത ക്ഷീണം. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെയുള്ളവരുടെ മനസ്സ് തളർന്നു പോകും. മനോവ്യസനം ഹേതുവായി എന്നാണ് താൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മനോവ്യസനം ഹേതുവായി. പ്രിയമുള്ളവരെ, രോഗം ഒരിക്കലും നല്ലതല്ല. രോഗം മുഖാന്തരം മനുഷ്യൻ അനുഭവിക്കുന്ന വ്യഥ, മനുഷ്യൻ അനുഭവിക്കുന്ന വേദന, മനുഷ്യൻ അനുഭവിക്കുന്ന തളർച്ച, അത് ശാരീരികമാകുന്ന വ്യഥയും വേദനയും തളർച്ചയുമായിട്ട് അവസാനിക്കുന്നില്ല. ഇതാ, അത് മനസ്സിനെ ബാധിക്കുകയാണ്. എന്തൊക്കെ പ്രതീക്ഷകളായിരിക്കും ഒരു രാജാവിനെ സംബന്ധിച്ചിടത്തോളം രാജഭരണവുമായി ബന്ധപ്പെട്ട്, രാജ്യത്തിൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പദ്ധതികളായിരിക്കും തനിക്കുള്ളത്. അതെല്ലാം തകരുകയല്ലേ. മനോവ്യസനമെന്ന് താൻ രേഖപ്പെടുത്തുമ്പോൾ തൻ്റെ പ്രതീക്ഷകൾ മുഴുവൻ അപ്രത്യക്ഷമാകുന്നു. അതുതന്നെയാണ് ശാരീരിക രോഗം വരുന്ന ഒരു വ്യക്തിക്ക് സംഭവിക്കുന്നത്. ഭാവിയിലേക്ക് നോക്കുന്ന സന്ദർഭത്തിൽ തൻ്റെ ഭാവി പ്രതീക്ഷയറ്റതുപോലെയായി തീരുകയാണ്. കുടുംബസ്ഥനാകുന്നുവെങ്കിൽ ഭാര്യയെ നോക്കുന്നു, കുഞ്ഞുങ്ങളെ നോക്കുന്നു. കുഞ്ഞുങ്ങളുടെ വിവാഹത്തിന് താൻ ജീവനോടുകൂടി ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ ഇപ്പോൾ അത് നടക്കുമോ അറിയില്ല. മനോവ്യസനം ഉണ്ടാകുകയാണ്. കുട്ടികളെ നോക്കുമ്പോൾ മനോവ്യസനം ഉണ്ടാകുന്ന നിലവാരത്തിൽ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ കേടുവരുത്തുന്നതാണ് രോഗമെന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരു കാര്യം ദൈവം നൽകി തരുവാൻ ആഗ്രഹിക്കുമോ? ഇല്ല. ഇത് ദൈവത്തിൽ നിന്ന് വരുന്നില്ല. ഇതിൻ്റെ എല്ലാം പിന്നിൽ രോഗാത്മാക്കളുണ്ട്. മനുഷ്യ ശരീരങ്ങൾക്ക് കേടുവരുത്തുന്ന രോഗാത്മാക്കളുണ്ട്. ഹിസ്കിയാവ് 17-ാം വാക്യത്തിൽ, യിശയ്യാവ് 38:17 പറയുകയാണ്, സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു. സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു. ഈ രോഗമെന്ന് പറയുന്നത് കയ്പാണെന്ന് ഈ രാജാവ് തന്നെ
ഇവിടെ എഴുതി വച്ചിരിക്കുന്നു. രോഗം വരുമ്പോൾ ശരീരത്തിന് കേടുവരുന്നു, മനസ്സിന് കേടുവരുന്നു. അത് ഒരു വ്യക്തിയിൽ കൊണ്ടുവരുന്നത് ബിറ്റർനെസ്സാണ്, കയ്പാണ്. എങ്കിലും നീ എൻ്റെ പാപങ്ങളെയൊക്കെയും നിന്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് എൻ്റെ പ്രാണനെ നാശക്കുഴിയിൽ നിന്ന് സ്നേഹത്തോട് രക്ഷിച്ചിരിക്കുന്നു. ഈ വലിയ വിടുതൽ ഹിസ്കിയാവിൽ സംഭവിക്കുമ്പോൾ ഹിസ്കിയാവ് പറയുകയാണ്, ഈ രോഗങ്ങളുടെ പിന്നിലെല്ലാം പതിയിരിക്കുന്ന പാപങ്ങളുണ്ട്. ആ പാപങ്ങൾ വഴിയാകുന്നു ഈ രോഗത്തിൻ്റെ ആത്മാക്കൾ മനുഷ്യനിൽ പ്രവേശിക്കുന്നത്. എന്നാൽ യേശുവിൻ നാമത്തിൽ ആ സൗഖ്യം സംഭവിക്കുമ്പോൾ അവിടുന്ന് നിങ്ങളുടെ പാപങ്ങളെയെല്ലാം പിറകിലെറിഞ്ഞു കളയുകയാണ്. യേശു കാൽവറി ക്രൂശിൽ 2000 വർഷങ്ങൾക്ക് മുന്നമേ നമ്മുടെ പാപങ്ങളെയെല്ലാം ചുമന്നതുകൊണ്ട് ആ സാധ്യതയെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സൗഖ്യത്തിനായി ഉപയോഗിക്കുവാൻ കഴിയും. കുരിശിൻ്റെ സാധ്യത നിങ്ങളുടെ ശരീരത്തിൽ സൗഖ്യത്തിന് കാരണമായി തീരും. അന്ന് ഹിസ്കിയാവിൻ്റെ സമയത്ത് ദൈവം കരുണ കാണിച്ചെങ്കിൽ മാത്രമേ അവരുടെ പാപങ്ങളിൽ നിന്ന് അവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയുള്ളൂ. അവരുടെ പാപങ്ങളെ മായ്ച്ചു കളയുവാൻ കഴിയുന്ന യാഗങ്ങളൊന്നും അന്നുണ്ടായിരുന്നില്ല. മൃഗബലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മൃഗങ്ങളുടെ രക്തം ഒരിക്കലും പാപങ്ങളെ മായ്ച്ചു കളഞ്ഞിരുന്നില്ല. എങ്കിലും ഇതാ ഒരു മനുഷ്യൻ, ഒരു രാജാവ് ദൈവത്തോട് അപേക്ഷ കഴിച്ചപ്പോൾ കരുണാസമ്പന്നനാകുന്ന ദൈവം അവൻ്റെ പാപങ്ങളെ പുറകിൽ എറിഞ്ഞു കളഞ്ഞതിന് ശേഷം അവനെ രക്ഷിക്കുകയാണ്. തൻ്റെ ശരീരത്തിൽ വന്നിരിക്കുന്ന രോഗത്തിൻ്റെ പിന്നിൽ സ്വാധീനം ചെലുത്തിയ പാപത്തിൻ്റെ ശക്തികളെ പുറകിൽ എറിഞ്ഞു കളഞ്ഞതിന് ശേഷം ഇതാ ആ രാജാവിനെ നാശക്കുഴിയിൽ നിന്ന് സ്നേഹത്തോട് ദൈവം രക്ഷിക്കുന്നു. Amen. Glory to Jesus. Hallelujah. ഈ രാജാവിൻ്റെ സൗഖ്യത്തിന് ശേഷം ഈ രാജാവ് ദൈവസന്നിധിയിൽ ഉയർത്തുന്ന ആരാധന ഏറ്റവും ഉന്നതമാകുന്നൊരു ആരാധനയാകുന്നു. 18 മുതലുള്ള വാക്യങ്ങളിൽ ശ്രദ്ധിക്കുക. പാതാളം നിന്നെ സ്തുതിക്കുന്നില്ല, മരണം നിന്നെ വാഴ്ത്തുന്നില്ല. മരണത്തിനും പാതാളത്തിനും തമ്മിലുള്ള ബന്ധം നിങ്ങൾ ശ്രദ്ധിക്കുക. കുഴിയിൽ ഇറങ്ങുന്നവർ നിൻ്റെ വിശ്വസ്തതയെ പ്രത്യാശിക്കുന്നതുമില്ല. ഞാൻ ഇന്ന് ചെയ്യുന്നത് പോലെ ജീവനുള്ളവൻ മാത്രം നിന്നെ സ്തുതിക്കും. അപ്പൻ മക്കളോട് നിൻ്റെ വിശ്വസ്തതയെ അറിയിക്കും. യഹോവ എന്നെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ജീവപര്യന്തം യഹോവയുടെ ആലയത്തിൽ തന്ത്രിനാദത്തോട് എൻ്റെ ഗീതങ്ങളെ പാടും. Amen. Glory to Jesus. Hallelujah. ആ സൗഖ്യം ആ മകനിൽ വരുത്തിയ മാറ്റം എത്ര ശ്രദ്ധേയമാകുന്നു. താൻ ജീവിതത്തിൻ്റെ പല മേഖലകളെ വ്യക്തമായി തിരിച്ചറിഞ്ഞ് ഈ ഭൂമിയിലെ ജീവിതം താൽക്കാലികമാകുന്നു എന്നുള്ള വ്യക്തത തനിക്കുണ്ടായി. രോഗം വരുത്തുന്ന കേടുകൾ, അതിൻ്റെ ആഴത്തെക്കുറിച്ച്, അതിൻ്റെ കുഴിയെക്കുറിച്ച് തനിക്ക് ബോധ്യമുണ്ടായി. തനിക്കത് വെളിപ്പെട്ട് കിട്ടി. അതിൻ്റെ കാഠിന്യാവസ്ഥ അത് ശരീരത്തിന് മാത്രമല്ല കേടുവരുത്തുന്നത്, അത് മനസ്സിനും കേടുവരുത്തുന്നതാകുന്നു എന്ന് ഈ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അത് ആ രാജാവിന് വെളിപ്പെട്ട് കിട്ടുകയാണ്. അതുകൊണ്ട് തനിക്ക് ലഭിച്ച രക്ഷ, ആ രക്ഷയുടെ പിന്നിൽ ദൈവത്തിൻ്റെ സമ്പന്നമാകുന്ന കരുണയുണ്ട്, മഹാസമ്പന്നമാകുന്ന കരുണയുണ്ട്. ആ കരുണാമയനാകുന്ന ദൈവമാണ് തന്നെ സൗഖ്യമാക്കുന്നത്. നമുക്കിന്ന് രോഗസൗഖ്യം അവകാശപ്പെടുവാൻ കഴിയുന്നത് പോലെ അവർക്ക് അവകാശപ്പെടുവാൻ കഴിയുമായിരുന്നില്ല. എങ്കിലും ഈ രാജാവ് ഉയർത്തിയ പ്രാർത്ഥനയുടെ മുൻപിൽ, ഹൃദയം തകർന്ന് താൻ ഉയർത്തിയ കരച്ചിലിൻ്റെ മുൻപിൽ കരുണാസമ്പന്നനാകുന്ന ദൈവം തൻ്റെ പാപങ്ങളെ പുറകിൽ എറിഞ്ഞു കളഞ്ഞതിന് ശേഷമായിട്ട് തന്നെ മരണക്കുഴിയിൽ നിന്ന് രക്ഷിച്ചു. അതുകൊണ്ടാണ് ജീവപര്യന്തം ദൈവസന്നിധിയിൽ തന്ത്രിനാദത്തോടുകൂടെ സ്തുതികളെ പാടുമെന്ന് ഈ രാജാവ് എഴുതി വച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മരണകരമാകുന്ന രോഗബാധയാൽ വ്യഥയിലൂടെ കടന്നു പോകുന്നവർ, പ്രതീക്ഷയറ്റ നിലവാരത്തിലായിരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള സന്ദേശമാണ്. ഇതാ ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചിരുന്നു എങ്കിലും ആ മകനെ ദൈവത്തിന് വിടുവിക്കുവാൻ കഴിയുമെങ്കിൽ എത്രയധികമായി നിങ്ങളെ കർത്താവാകുന്ന യേശുവിനെ രക്ഷിക്കുവാൻ കഴിയും. യേശുക്രിസ്തുവുമായി വ്യക്തിപരമാകുന്നൊരു ബന്ധമുള്ള വ്യക്തിയാണ് താങ്കളെങ്കിൽ നിങ്ങൾ ദൈവകുടുംബത്തിൽ മകനാകുന്നു, മകളാകുന്നു. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇതുവരെയും യേശുവിനെ രക്ഷകനെയും കർത്താവുമായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഇപ്പോൾ യേശുവിനെ രക്ഷകനെയും കർത്താവുമായി സ്വീകരിക്കുക. യേശു നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വരട്ടെ. യേശു നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആ നിമിഷത്തിൽ തന്നെ ദൈവകുടുംബത്തിൽ അംഗമായി തീരും, ദൈവത്തിൻ്റെ മകനായി തീരും. ദൈവത്തിൻ്റെ മകനായി തീരുന്ന പുതിയ നിയമ വിശ്വാസിക്ക്
രോഗസൗഖ്യം അവകാശമാകുന്നു, മക്കളുടെ അവകാശമാകുന്നു. ശരീരത്തിലെ ആ വ്യഥ നീങ്ങിപ്പോകും. ഇപ്പോൾ തന്നെ മനസ്സിനകത്ത് ദൈവം സന്തോഷവും പ്രതീക്ഷയും നൽകിത്തരും. പ്രതീക്ഷയറ്റ ഒരു നിലവാരത്തിലാണ് നിങ്ങളായിരിക്കുന്നത് എങ്കിൽ യെശയ്യാവ് 38 നിങ്ങൾ വായിക്കുക. ആയുസ്സിനെ കർത്താവ് വർദ്ധിപ്പിച്ചു തരുവാൻ ആഗ്രഹിക്കുന്നു. അവിടെ ഹിസ്കിയാവിന് 15 വർഷമാണ്. പുതിയ നിയമത്തിൽ നിങ്ങൾക്ക് കർത്താവ് നിങ്ങളുടെ ദൗത്യങ്ങൾ, ദൈവികമാകുന്ന ദൈവമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ പൂർത്തിയാക്കും വരെയും ആയുസ് നൽകി തരുവാൻ അവിടുന്ന് ആഗ്രഹിക്കുകയാണ്. ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തുവാൻ പോകുകയാണ്. നിങ്ങളുടെ ഹൃദയവാതിലുകളെ തുറന്ന് കർത്താവാകുന്ന യേശുവിൻ്റെ നാമത്തെ ഉയർത്തുക. ഹൃദയത്തിൽ നിന്ന് ആ ദുഃഖവും വ്യഥയും വേദനയും യേശുവിൻ നാമത്തിൽ പുറത്തു പോകട്ടെ. ആ മരണക്കുഴിയിൽ നിന്ന് യേശു നിങ്ങളെ പുറത്തെടുക്കട്ടെ. ഈ രാജാവിനെ ദൈവം മരണക്കുഴിയിൽ നിന്ന് രക്ഷിച്ചതുപോലെ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളുടെ മേൽ ദൈവികമാകുന്ന രക്ഷാ സൗഖ്യത്തിലൂടെ ദൈവികമാകുന്ന ആ വിമോചനം ഇപ്പോൾ സംഭവിക്കട്ടെ. മരണക്കുഴിയിൽ നിന്ന് നിങ്ങൾ രക്ഷ പ്രാപിക്കട്ടെ. ജീവനോടുകൂടെ ഇരിക്കുവാനും ജീവൻ ഉള്ളവരുടെ നടുവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ആരാധിക്കുവാനും ദൈവത്തിൻ്റെ സാക്ഷിയായി തീരുവാനും തക്കവണ്ണമുള്ള ഒരത്ഭുത സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരുടെ മേലും സംഭവിക്കട്ടെ. ഇവിടെ യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 38-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യത്തിൽ ഹിസ്കിയാവിന് ആ സൗഖ്യം സംഭവിക്കുമ്പോൾ, എന്നാൽ അവന് സൗഖ്യം വരേണ്ടതിന് അത്തിപ്പഴക്കട്ട കൊണ്ടുവന്ന് പരുവിന്മേൽ പുരട്ടുവാൻ യെശയ്യാവ് പറഞ്ഞിരുന്നു. ആ സൗഖ്യം പൂർണ്ണമാകുകയാണ്. അത്തിപ്പഴക്കട്ട, അതിലൂടെ ദൈവം അവിടെ പ്രവർത്തിക്കുകയാണ്. ദൈവം ആ സൗഖ്യത്തെ അയക്കുമ്പോൾ ദൈവമാണ് ആ സൗഖ്യത്തിൻ്റെ സ്രോതസ്സ്. എന്നാൽ അവിടെ അത്തിപ്പഴക്കട്ട കൊണ്ടുവന്ന് പരുവിന്മേൽ ഇട്ടു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആ ഒരു സൗഖ്യത്തിന് വേണ്ടിയുള്ള ഉപാധിയെയും ദൈവം ഉപയോഗിക്കുന്നു. മഹാത്ഭുതം സംഭവിക്കട്ടെ. നിങ്ങളൊരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റിലൂടെ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുവാൻ പോകുന്നു. ഒരു അത്ഭുത സൗഖ്യം. ആമേൻ. അവിടത്തേക്ക് ഇപ്പോൾ ഒറ്റ നിമിഷം കൊണ്ടൊരു അത്ഭുത സൗഖ്യത്തെ അയക്കുവാൻ കഴിയും. ആമേൻ. ചില മിനിറ്റുകൾക്കുള്ളിൽ ഹിസ്കിയാവിൻ്റെ ശരീരത്തിൽ സൗഖ്യം സംഭവിച്ചു. ഏത് വിധേനയും കർത്താവ് പ്രവർത്തിക്കുവാൻ വിശ്വസ്തനാകുന്നു. അവിടുത്തെ കരം നിങ്ങളുടെ മേൽ വരട്ടെ. ചിലപ്പോൾ ആ ശുശ്രൂഷകൾ, സൗഖ്യവുമായി ബന്ധപ്പെട്ട ചില ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ആ ശുശ്രൂഷകളിലൂടെയും കർത്താവാകുന്ന യേശുവിന് പ്രവർത്തിക്കുവാൻ കഴിയും. അവിടുന്ന് അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മരിക്കത്തക്ക രോഗങ്ങൾ ശരീരങ്ങൾ വിട്ട് പുറത്തു പോകട്ടെ. യേശുക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യം ശരീരത്തിൽ വ്യാപരിക്കട്ടെ. ശരീരം അനുഭവിക്കുന്ന ആ കഠിനവ്യഥയിൽ നിന്ന് ഈ ശബ്ദം കേൾക്കുന്നവർ പുറത്തു വരട്ടെ. അതുമുഖാന്തരം മനസ്സിനുണ്ടായിരിക്കുന്ന വല്ലാത്ത വ്യസനവും ദുഃഖവും പ്രതീക്ഷയറ്റ അനുഭവവും യേശുവിൻ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ഹിസ്കിയാവ് പറഞ്ഞതുപോലെ, ഞാൻ യഹോവയുടെ ആലയത്തിൽ കയറി ചെല്ലും. ഹല്ലേലൂയ. ഞാൻ ജീവപര്യന്തം ആരാധന ഉയർത്തും. അതേ നിലവാരത്തിൽ ദൈവത്തിന് നിങ്ങളുടെ ആയുസ് മുഴുവൻ ആരാധന ഉയർത്തുവാൻ തക്കവണ്ണമുള്ള ഒരു അത്ഭുതം ഇപ്പോൾ സംഭവിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. ഹല്ലേലൂയ. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന അനേകരെ പരിശുദ്ധാത്മാവ് സ്പർശിക്കുന്നു എന്ന് എനിക്ക് ആത്മാവിൽ ബോധ്യമാകുന്നു. ഈ ശബ്ദം, ഈ വചനം ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഈ നിമിഷത്തിൽ തന്നെ അകത്തും ശരീരത്തിലും ഒരു അത്ഭുതം സംഭവിക്കുന്നു. ശരീരത്തിൽ ആ രോഗബാധ നിങ്ങളെ വിട്ടുപോകുന്നു. മനസ്സിനകത്ത് ആ വല്ലാത്ത വ്യഥ നിങ്ങളെ വിട്ടുപോകുന്നു. ഒരത്ഭുത സൗഖ്യത്തെ യേശു നിങ്ങളുടെ മേൽ അയക്കുകയാണ്. ഓ ഗ്ലോറി ടു ജീസസ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവാകുന്ന യേശുവിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിക്കുന്ന ഈ നിമിഷത്തിൽ തന്നെ അവിടുന്ന് നിങ്ങളെ സ്പർശിക്കുന്ന നിമിഷങ്ങളാകുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഇപ്പോൾ തന്നെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. ഇപ്പോൾ തന്നെ ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നു. നിങ്ങളൊരു കിടപ്പ് രോഗിയാകുന്നുവെങ്കിൽ ഈ നിമിഷത്തിൽ തന്നെ എഴുന്നേൽക്കണം. അവിടെ ആ കിടക്കയിൽ തുടരരുത്. എഴുന്നേൽക്കണം. എഴുന്നേറ്റ് നടക്കുക. ഇപ്പോൾ തന്നെ എഴുന്നേറ്റ് നടക്കുക. ശരീരത്തിൽ ബലം വ്യാപരിക്കട്ടെ, ശക്തി വ്യാപരിക്കട്ടെ. അസ്ഥികളിൽ ശക്തി വ്യാപരിക്കട്ടെ. അധരത്തിൽ ശക്തി വ്യാപരിക്കട്ടെ. ദൈവത്തെ സ്തുതിക്കുവാൻ, സ്തോത്രമർപ്പിക്കുവാൻ വേണ്ടി അധരത്തിൽ ശക്തി വ്യാപരിക്കട്ടെ. യെസ് ലോർഡ് ജീസസ്. ഹല്ലേലൂയ. പരിശുദ്ധ പിതാവേ, യേശുക്രിസ്തുവിൻ നാമത്തിൽ അങ്ങയുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും അങ്ങ് തൊടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. രോഗബാധിതരെ പ്രത്യേകമായി തൊടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു.
ഹീലിങ്ങിനെക്കുറിച്ചുള്ള ഈ സന്ദേശങ്ങൾ കർത്താവേ അവരുടെ ജീവിതത്തിൽ മരുന്നായിട്ട് വ്യാപരിക്കട്ടെ. അവരുടെ ശരീരത്തിൽ ഈ വചനങ്ങൾ മരുന്നായി വ്യാപരിക്കട്ടെ. വൈദ്യശാസ്ത്രം കൊടുക്കുന്ന മരുന്നിനെക്കാട്ടിലും ഫലപ്രദമാകുന്ന മരുന്ന് സ്വർഗം നൽകുന്ന മരുന്നാകുന്നുവല്ലോ. ദൈവത്തിൻ്റെ വചനമെന്ന മരുന്ന് ഇപ്പോൾ അവരുടെ ശരീരങ്ങളിൽ വ്യാപരിക്കട്ടെ. ശരീരങ്ങളിൽ വാഴ്ച നടത്തുന്ന രോഗശക്തികൾ ഇപ്പോൾ ശരീരം വിട്ട് പുറത്തു പോകട്ടെ. മരണത്തിൻ്റെ ആത്മാവ് ശരീരം വിട്ട് പുറത്തു പോകട്ടെ. രോഗാത്മാക്കൾ ശരീരം വിട്ട് പുറത്തു പോകട്ടെ. അവരുടെ മനസ്സ് സൗഖ്യമാകട്ടെ. മനസ്സിൽ വലിയ പ്രതീക്ഷയുണ്ടാകട്ടെ. നാളുകളെക്കുറിച്ച്, ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന ഭാവിയെക്കുറിച്ചുള്ള വ്യക്തത അവർക്ക് ലഭിക്കട്ടെ. മുന്നോട്ട് നോക്കുവാനുള്ള ധൈര്യം അവർക്ക് ലഭിക്കട്ടെ. മനോബലം ഇപ്പോൾ അവർക്ക് ലഭിക്കട്ടെ. കർത്താവാകുന്ന യേശു അവരെ തൊടുന്നതിനായി സ്തോത്രം. അത്ഭുതകരമായി സ്പർശിക്കുന്നതിനായി സ്തോത്രം. അത്ഭുത സൗഖ്യത്തെ അവരുടെ മേൽ അയക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ആ അത്ഭുതത്തിനായി ഞങ്ങൾ അങ്ങയെ നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു. ജീവിതത്തിൽ മറ്റേതെങ്കിലും ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നവർ ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ കർത്താവ് നമ്മെ വിടുവിക്കുവാൻ, യേശു നമ്മെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നു. സാമ്പത്തിക ക്ലേശത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എങ്കിൽ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ ഒരത്ഭുതം സംഭവിക്കട്ടെ. ജോലിയില്ലാത്തവർക്ക് വേണ്ടി യേശുവിൻ നാമത്തിൽ ഒരത്ഭുതത്തെ ഞാൻ പുറപ്പെടുവിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹം നടന്നിട്ടില്ലാത്തവർ, വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, കർത്താവെ അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളെ കർത്താവ് പ്രത്യേകമായി തൊടണമേ. അവർക്ക് വേണ്ടി അത്ഭുത വഴികളെ തുറക്കണമേ. അവരുടെ വിവാഹം വേഗത്തിൽ നടക്കട്ടെ. എല്ലാ ആശീർവാദങ്ങളാലും എല്ലാ ദൈവിക അനുഗ്രഹങ്ങളാലും പ്രിയപ്പെട്ടവർ നിറയട്ടെ. കർത്താവാകുന്ന യേശു അവരുടെ കൂടെ ഇരിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു. ആമേൻ. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായിട്ട് ആപ്പ് സ്റ്റോറിലേക്ക് പോവുക, പ്ലേ സ്റ്റോറിലേക്ക് പോവുക. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് സെർച്ചിൽ ടൈപ്പ് ചെയ്യുക. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. 24 മണിക്കൂറും നിങ്ങൾക്ക് നല്ല സന്ദേശങ്ങൾ കേൾക്കുവാൻ കഴിയും. ഞങ്ങളുടെ നൈറ്റ് പ്രെയർ ബുധനാഴ്ച രാത്രി 11 മണിക്ക് നൈറ്റ് പ്രെയർ ഉണ്ട്. ആ സൂം ID ഇപ്പോൾ സ്ക്രീനിൽ കാണുവാൻ കഴിയും. നൈറ്റ് പ്രെയറിന് കടന്നു വരിക. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് മോർണിംഗ് ടങ്സ് പ്രെയർ ഉണ്ട്. ടങ്സ് പ്രെയറിനെ കടന്നു വരിക. മാത്രമല്ല വാട്സപ്പിൽ എല്ലാ പ്രഭാതത്തിലും ഒരു ചെറിയ സന്ദേശം അയച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു സന്ദേശം അയയ്ക്കുക. ഞങ്ങൾ നിങ്ങളെയും ആ ഗ്രൂപ്പിൽ ചേർക്കാം. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. എല്ലാ ആശീർവാദങ്ങളാലും അവിടുന്ന് നിങ്ങളെ നിറയ്ക്കട്ടെ. ഗാഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.